ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു അത്? നാടൻ ആണോ? ഇത്ര ഉത്തമയായ ഒരു ഭാര്യ. ഇവിടെ അടിച്ച ഇവിടെ കാണിക്കും, ഇവിടെ അടിച്ച ഇവിടെ നാത്തൂൻ പോരുണ്ടായിരുന്നോ? നാത്തൂൻ പോരല്ലേ ഉള്ളൂ, നാത്തൂൻ പോര്. പക്ഷെ അമ്മായിയമ്മ അടിപൊളി അമ്മായിയമ്മ. ഹീറോ അതായത് നല്ല സബ്ജക്റ്റ് ആയിരുന്നു, നല്ല കുറേ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു തമിഴിൽ. അപ്പം ആദ്യമൊക്കെ എനിക്ക് ഡയലോഗ്സ് വരുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, ബൈഹാർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, സീരിയലല്ലേ, ഒരു ദിവസം കുറേ എപ്പിസോഡ്സ് എടുക്കണമല്ലോ. അപ്പം പ്രൊമിറ്റ് ചെയ്ത് കഴിയുമ്പം അത് ഞാനിങ്ങനെ കേട്ട് എനിക്കത് അത് കുഞ്ഞിലെയും ഞാൻ സീരിയൽ ചെയ്യുമ്പോഴും പ്രൊമിറ്റിംഗ് ആയിരുന്നു. അപ്പം അത് കേട്ട് 3-4 പേജുള്ള ഡയലോഗ് എനിക്ക് അത് കേട്ട് പറയാൻ അന്നേ ഞാൻ ഭയങ്കര പെട്ടെന്ന് എന്ത് വായിച്ചു വിട്ടാലും ഇനി എത്ര സ്പീഡിലാണ് ഞാനത് പിടിച്ച് ഞാൻ അത് പറയും. കാരണം അതിൽ ഭയങ്കര, അപ്പൊ അതുകൊണ്ട് തമിഴ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. കുറേ ഡയലോഗ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇപ്പൊ എല്ലാം ബൈഹാർട്ട് ചെയ്തിട്ടല്ലേ നമ്മളൊക്കെ. ഞാൻ നീളുകള് അത് എനിക്ക് തോന്നുന്നു 2000 അത് ചെയ്യുന്നത്, 2000 ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട്. അപ്പൊ ആ സമയത്തൊക്കെ പ്രോമിറ്റിംഗ് ആണ്, ബൈഹാർട്ട് ചെയ്തത് അങ്ങനെ സീരിയലിൽ നടക്കൂല്ലോ. പിന്നെ ഞാൻ ചെറുതുമല്ലേ, അപ്പൊ ഈ മുത്തശ്ശിയുടെ പ്രേതം കൂടിയിട്ട് വലിയ ആൾക്കാരെ പോലെ സംസാരിക്കണം. അപ്പൊ 2-3 പേജ് ഡയലോഗ്സ് ആണ്. ഈ 5-6 വയസ്സുള്ള കൊച്ചു അതൊന്ന് ഷീച്ചൻ എന്നോട് പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ആ സീരിയൽ കണ്ട് വിചാരിച്ചു ഈ കൊച്ച് ഇത് എന്താണ്, ഈ കൊച്ച് അങ്ങനെ അന്ന് അങ്ങനെ ഭയങ്കര ഒരു എന്തോ ഒരു ഇതുണ്ടായിരുന്നു. വലുതായപ്പോ കാക്ക കൊണ്ടുപോയി അല്ല ചോദിച്ചോട്ടെ, ഞങ്ങൾ ചോദിച്ചു ഈ കൊച്ചൊക്കെ ഈ കൊച്ചു വലുതാകുമ്പത്തിന് അതീ പറഞ്ഞ ആ സമയത്ത് ഭയങ്കര ഭയങ്കര അത് ഒറ്റ ടേക്കിനാണ്. നമുക്ക് ഇനി ഒരു ചെറിയൊരു ഗെയിമിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളിച്ചിട്ടില്ലാത്തൊരു ഗെയിമാണ് അല്ലേ. ഞാന് ഒരു വട്ടം കണ്ട്, നീ എന്നാ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ല, ആ സമയത്തേക്ക് ഞാൻ പെട്ടി നോക്കി വീട്ടിൽ പോയാ. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ വളരെ വ്യത്യസ്തവും ബുദ്ധിമുട്ടുമുള്ള കളികളും കണ്ടുപിടിച്ചത് നമ്മള്.